ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും അത് ത്രിതല പഞ്ചായത്തിലടക്കം ഇപ്രാവശ്യം മഹാഭൂരിപക്ഷം സീറ്റുകളും കരസ്ഥമാക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം പ്രവർത്തികൾക്ക് നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒരു അംഗീകാരം നൽകും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രതിബദ്ധതയുള്ളവർ, അവർക്ക് അവരുടെ പൊതുപ്രവർത്തന രംഗത്തുള്ള ട്രാക്ക് റെക്കോർഡുള്ളവർ, യുവാക്കൾ, സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും കൊടുക്കാത്ത വിധത്തിലേക്ക് 50% റിസർവേഷൻ കേരളത്തിനകത്തുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ അംഗീകാരം കൊടുക്കുന്നതുകൊണ്ട് തന്നെ വ്യക്തിഗതമായി സ്ഥാനാർത്ഥികളെ LSGD ഇലക്ഷന്, പാർലമെൻറ്റ്, അതുപോലെ തന്നെ അസംബ്ലി എന്നതിനേക്കാൾ ലോക്കലിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് എല്ലാവരും നോക്കുന്നതാണ്. ആ കാര്യത്തിൽ ഇടതുപക്ഷം വളരെ പ്രത്യേകമായി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഓരോ മണ്ഡലത്തിലും അവതരിപ്പിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അതിന് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. SIR കൊണ്ടുവന്ന് 32 ലക്ഷം വോട്ടർമാരെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അട്ടിമറിച്ച് അടുത്ത പ്രവർത്തനം കേരളത്തിനകത്ത് കേന്ദ്രീകരിക്കുന്ന BJPക്ക് ധാർമ്മികമായി അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ അവകാശമുണ്ട്, വോട്ട് ചോദിക്കാൻ അവകാശമുണ്ടെന്നവർക്ക് പോലും ആ BJP പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ജനാധിപത്യത്തിനെതിരാണ്, മതനിരപേക്ഷതയ്ക്കെതിരാണ് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾ പ്രധാനമായും ഉൾക്കൊള്ളും. മാത്രമല്ല, ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കളമശ്ശേരി പറയുമ്പോൾ ഇതൊരു വ്യവസായ മേഖലയാണ്. കളമശ്ശേരിയിലെ HIL എന്ന് പറയുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം അടച്ചിട്ടിട്ട് 1 കൊല്ലമായി. അതിൻ്റെ രാസായനി അടക്കം യൂണിറ്റ് റീവർക്ക് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേൾക്കുന്നത് രാസായനിയും പൂർണ്ണമായി ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അത് സംബന്ധിച്ചുള്ള അജണ്ട തയ്യാറാക്കിയാണ് BJP ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് HOC ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് അടുത്ത പൊതുമേഖലാ സ്ഥാപനം പൂട്ടുകയാണ്. HOCയിലെ HMT കളമശ്ശേരിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഒരുപാട് കാലമായി. ഇതിനെല്ലാം യഥാർത്ഥത്തിൽ ആളുകൾ ഇത് നോക്കുന്നുണ്ട്. തൊഴിലാളി വർഗത്തോടൊപ്പം നിൽക്കുന്നവരാരാണ്? ലേബർ കോഡ് കൊണ്ടുവന്നു, അതും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതാണ്. തൊഴിലാളി വർഗത്തെ ഇത്രമാത്രം തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് പുറത്തു കടത്തുന്ന ഭേദഗതി ഓണത്തിൻ്റെ ഇടയിൽ പൂട്ടുകച്ചവടം എന്നുള്ള നിലയിൽ നടപ്പാക്കിയ ഗവൺമെൻറ് അതിനെ ചോദ്യം ചെയ്യാൻ 2019 മുതൽ ഈ ബില്ല് വന്നിട്ട് ചോദ്യം ചെയ്യാൻ ത്രാണി കാണിക്കാത്ത കോൺഗ്രസും പരസ്പരം ഒരേ നുഖത്തിൽ കെട്ടാവുന്നവരാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സും അതുപോലെ തന്നെ BJPയുടെ പൊളിറ്റിക്സും തൊഴിലാളികളും കൃഷിക്കാരും ജനങ്ങളും നല്ല വിധത്തിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തി. സ്വാഭാവികമായിട്ടും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ആ SS ഉയർത്തിയത് 2021 മുതൽ തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കേന്ദ്ര ഗവൺമെൻറ് പുറത്തുകൊണ്ട് അന്നു മുതൽ ഇത് നിസ്സാരമല്ല, ഇത് അവസാനിപ്പിക്കലായിരിക്കണം ആദ്യത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അത് തുടച്ചു നീക്കിയത്, സാമൂഹ്യ പെൻഷൻ 2000 രൂപയാക്കിയത്, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് യൂണിഫോം കോഡ് കൊണ്ടുവന്നിട്ട് ഫ്ലോർ ലെവൽ വേജസ് എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ കേരളം ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന സംസ്ഥാനം എന്നുള്ളത്, വീട്ടമ്മമാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ തുടക്കം കുറിച്ചത്, ഇതെല്ലാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനെല്ലാം ഒരു അംഗീകാരം ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു സ്വീകാര്യത കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യം